ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് മത്തൻ്റെലയും പൂളിയും വെച്ചുള്ളൊരു കൂട്ടാനാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു കൂട്ടാൻ കഴിച്ചിട്ടുണ്ടോ? അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കഴിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ മത്തൻ്റെല കിട്ടുമ്പോൾ മത്തൻ്റെലയും പൂളിയും വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കിയാൽ പിന്നെയും പിന്നെയും ഉണ്ടാക്കും. ഞാനിതാ അതിന് കുറച്ച് മത്തൻ്റെല പറിച്ച് കൊടുന്ന് പിച്ചി നല്ലോണം കഴുകി വെച്ചതാണിത് കേട്ടോ. പിന്നെ കുറച്ച് പൂളെടുത്തിട്ടുണ്ട്. 2 ചെറിയ പൂള ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് മത്തൻ്റെല എടുത്തിട്ടുള്ളൂ, കുറച്ച് കൂട്ടാനേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം ഞാൻ പൂള കഴുകി കഷ്ണങ്ങളാക്കി ഇങ്ങനെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഞാനിതാ ഒരു കുക്കറെടുത്ത് ഈ പൂള അതിലിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മളിത് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. ഇതിലിപ്പോൾ വേറെ ഒന്നും ഇടുന്നില്ല, മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഇതിലിടുന്നില്ല കേട്ടോ. ഉപ്പിട്ട് മാത്രമാണ് ഇത് വേവിക്കണേ. കുറച്ച് വെള്ളം വെച്ചാൽ മതി, അധികം വെള്ളം വെക്കണ്ട. പൂള വേകുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. അപ്പം ഞാൻ തേങ്ങ പൊട്ടിച്ചപ്പോൾ ഇങ്ങനെ കഷ്ണങ്ങളായി തേങ്ങ. അപ്പം ഞാൻ ഇതിന് ചിരവാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തു ആ തേങ്ങ കേട്ടോ. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും 3-4 പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് നന്നായി നൈസായി അരിയൊന്നും വേണ്ട, ചെറുതായി ഒന്ന് അരഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾ അരച്ചെടുത്ത് വരട്ടെ. നമ്മളെ പൂള വെന്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാനിതാ ഈ മത്തൻ്റെല ഇട്ട് കൊടുക്കുകയാണ് ആ പൂളയിലേക്ക്. ഇനി അതിൽ വെള്ളം കുറവാണ്, അപ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. അധികം വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ കറി മാതിരിയാവും. അപ്പോൾ നമ്മൾ മത്തൻ്റെല ഇട്ട് കുക്കറിൽ ഒരു വിസിലടിച്ച് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിതാ ഇങ്ങനെ ചതച്ച് വെച്ചതാണ്, ഇത് അരഞ്ഞിട്ടില്ല, ചതച്ച് വെച്ച തേങ്ങയാണ് കേട്ടോ. അപ്പം ഞാൻ അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ്. ഇങ്ങനെ ആയിട്ടോ നമ്മളെ കൂട്ടാൻ ആക്കി. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ കൂട്ടാൻ റെഡി ആയിട്ടോ. ഇഷ്ടപ്പെട്ടാലോ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.